ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഇതാ ദുബായ് മോളിലാണ്. ദുബായ് അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഓടിപ്പോന്ന് വന്നതാണ്. അപ്പോൾ വിചാരിച്ചു വ്ലോഗാക്കാം. അമ്മയും ഞാനും ആദ്യമായിട്ടാണ് അണ്ടർ വാട്ടറിൻ്റെ അകത്ത് കാണാനായിട്ട് കയറാൻ പോകുന്നത്, അക്വേറിയത്തിൽ. അപ്പം കൂടെ പോരും, നമുക്ക് കാണാം. All you stairs, mind your head. Thank you for waiting. That is leopard ray. Stingray. And this is our main tank. We have 10 million liters water in this main tank, 20,000 fishes and 85 different kind of species. And the height of this tank is 11 meter deep. Now we are top on the aquarium water. Diving with the guests, and some go inside for feeding and some for cleaning. Lots of that. And our divers from India. And thank you so much everyone for your journey with me, and please remain sit. When I connect food, then we can come out. Thank you.
if you look up, what do you think of those one there? You think it's still a jellyfish? Look closely. There's a chance they're going to eat the plastics. Now this is another type of the jellyfish. They're using sunlight. Sunlight helps them to make their own food. So another name for them, they're also called farmer jellyfish. See now the nursery section. So Michael, you can see the baby shark inside the egg. So it's moving. So the baby shark will stay inside the egg for 150 days or 5. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് ഡേ നമ്പർ 2 ആണ്. നമ്മൾ പിന്നെയും ഇന്ന് കറങ്ങാൻ ഇറങ്ങണം. അമ്മ എന്തി നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് പറയോ? ഷാർജയിൽ പോകുന്നതെന്നറിയാം. പിന്നെ വേറെ 2 സ്ഥലം കൂടെ പറയും, എനിക്കറിയില്ല. ലാസ്റ്റ് പറയാം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയത്തില്ല. പോകും വഴി നമുക്കറിയാം. പിന്നെ ഇന്നലെ എല്ലാം കഴിഞ്ഞ് വന്ന് വ്ളോഗ് എൻഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, അപ്പം കണ്ടിന്യൂഷനായിട്ട് തന്നെ ഇന്നത്തെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. അതെ, അത് ലാസ്റ്റ് പറയാം. പതുക്കെ ആ ഒരു ഫ്ലോയിൽ വരും. റോഡൊക്കെ ക്രോസ് ചെയ്തു. അതെ, ഇപ്പം മെട്രോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കസ്ലൈ വീട്ടിലോട്ട് പോവുകയാണ്. ലഞ്ച് അവിടെ നിന്നാണ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നല്ല കാറ്റുമുണ്ട്. ചൂട് കാറ്റാട്ടോ അടിക്കുന്നത്. ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്രയും ദിവസമൊക്കെ എനിക്ക് കുഴപ്പമില്ല. 2-3 ദിവസം കൊണ്ട് ചൂടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നാട്ടിലെ ചൂടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നുള്ളൂ ഇതുവരെയൊക്കെ. ഇപ്പം പക്ഷെ കുറച്ചുകൂടെ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ ഏപ്രിൽ ചൂട് മാത്രമാണ്. ഇവിടെ എല്ലാവരും പറയുന്നത് ഇവിടെ ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്നും ഒരു ചൂടാന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ നമ്മുടെ ഇവിടുത്തെ. അതെ അതെ, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് UAE വന്നിട്ട്. സമ്മർ ഭയങ്കരം കേട്ടോ. ഇവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കുകളില്ല. ചിന്നുകുട്ടി അവളിങ്ങനെ മുന്നിൽ നടന്നു പോവുകയാണ്. പിന്നെ ഫോളോ ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് ആകുന്നു. ഞാൻ ഫസ്റ്റായി. അവള് ബാക്കിയായി. ഫോളോ മീ. ദുബായിൽ വന്നിട്ട് UAE ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുമെന്ന് സ്വപ്നത്തെ പോലെ വിചാരിച്ചില്ല കേട്ടോ. UAE മസ്റ്റായിട്ടും വരണം കേട്ടോ. വാ, സ്ഥലത്തിന്റെ പേര് പറ. നമ്മുടെ സ്ഥലത്തിന്റെ പേരെന്തോ? ഇവിടെ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്തോ? പേര് പറ. പേര് പറ. ജബൽ ജെയ്സ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. മലമുകളിൽ നമ്മളിങ്ങനെ വണ്ടി കൊണ്ട് വന്നു. ആ വ്യൂ കാണിക്കും.
താഴോട്ടുള്ളത് കാണിക്കുക, അപ്പോഴല്ലേ അറിയുള്ളൂ നമ്മൾ അത്രത്തോളം താഴോട്ട് മേളിൽ കയറി എന്നുള്ള അറിയണമെങ്കിലേ ഇതാണ് കാണാൻ പറ്റൂല. പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ജബൽ ജെയ്സ്. അപ്പോൾ UAE-യിലുള്ളവർ മസ്റ്റായിട്ടും വരിക. റാസൽ കമയിലാണ്. അങ്ങനെ എക്സ്പെൻസസ് ഒന്നും ഇല്ല, നമുക്ക് എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ വരെ വരുമ്പോൾ ഒരു ചായക്ക് 10 ദിർഹം. അതുകൊണ്ട് കയ്യിൽ എന്തെങ്കിലും എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുത്തോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈമിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ട്രിപ്പിന് വരുമ്പം ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. 10 ദിർഹം കൊടുത്തിട്ടാണെങ്കിൽ ഒരു ചായ കുടിക്കുന്നത്. ഫ്രഷ് മിൽക്ക് ഇല്ല കേട്ടോ ആ ചായക്ക്. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് നമ്മൾ? ഒരു ഫോട്ടോ എടുത്തു കൊടുക്കാനല്ലേ പറഞ്ഞു. അവർക്ക് നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കണമെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, നമ്മളായിട്ട് അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരങ്ങനെ ബുദ്ധിമുട്ടി എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താ? എല്ലാം ചോദിച്ചിട്ടെടുത്താൽ നമ്മൾ വെറുതെ നമ്മൾ ചോദിക്കാൻ പോയിട്ട് ഫോട്ടോ എടുത്ത് തരണം, വേണ്ട ഞങ്ങൾക്ക് തന്നെ എടുക്കാൻ അറിയാമെന്ന് പറഞ്ഞാലോ ഓക്കെ ഇറ്റ്സ് ഓക്കെ. എനിക്കങ്ങനെ ചമ്മണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെയ്യത്തില്ല. അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ. പിന്നെ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈനിങ് ഉണ്ട്. പക്ഷേ അത് 5 മണിക്ക് മുമ്പേ അത് ക്ലോസ് ചെയ്യും. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് 9 to 5 ആണ്. സിപ്പ് ലൈനിങ് കൊണ്ട് പിന്നെ ഒരു റൈഡ് കൂടെ ഉണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടേക്കാം. എല്ലാവരോടും ഒന്നുകൂടെ ചോദിച്ചിട്ട് അതെ, 2 ഉണ്ട്. അത് രണ്ടും 5 o'clock ആകുമ്പോഴത്തേനും ക്ലോസ് ആവും. നല്ല അടിപൊളി വ്യൂ ആ. ഇവിടുത്തെ തിരക്കുകൾ കാണിക്കുക. അടിപൊളി തിരക്ക്. വന്നിട്ട് ഇതുണ്ടോ, ഞങ്ങൾ വണ്ടി അവിടെ ഇട്ടിട്ട് നടക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ദുബായിൽ ഇപ്പോൾ ഉള്ള ചൂട് എങ്ങനെയാണ്? ആ ചൂടൊന്നും ഇവിടെ അറിയാനില്ല. നല്ല ഒത്തിരി തണുത്ത കാറ്റല്ല, പക്ഷേ അത്യാവശ്യം നല്ല കൂളായിട്ടുള്ളൊരു ഫീലിംഗ്. നല്ല തണുത്ത കാറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഈ മാസങ്ങളിൽ ഇവിടെ വരാം. അതെ, ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി തണുത്ത് വിറയ്ക്കത്തൊന്നുമില്ല. ആവശ്യത്തിനുള്ള തണുപ്പൊക്കെ ഉണ്ടാകത്തുള്ളൂ. നല്ല ക്ലൈമറ്റാണ് ഇവിടെ വരാം. ഇപ്പോൾ വന്നാൽ